5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഉദ്ഘാടന പരിപാടി അവസാനിക്കാം. നമ്മുടെ ബഹുമാന്യനായ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. കർണാടക ബഹുജന മാർച്ചിന്റെ മുൻനിരയിൽ നമ്മളോടൊപ്പം നാസർ ഫൈസി കൂടത്തായും അണിചേരുകയാണ്. നിങ്ങളോട് സംസാരിക്കുവാനായി അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് വിപ്ലവാഭിവാദ്യം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അച്ഛൻ ബഹുമാനപ്പെട്ട പൂന്തറ സിറാജ് സാഹിബ് അവരുടെ, ഈ സമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട സുബാഹി അടക്കമുള്ള PDPയുടെ സംസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. പൂർണ്ണമായും ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനിയുടെ മോചനത്തിനു വേണ്ടി ജീവൻ തരാം മഅദനിയെ തരൂ എന്ന പ്രമേയത്തിൽ ഈ നട്ടുച്ച സമയത്ത് സമര പോരാട്ടങ്ങളുടെ ചരിത്രഭൂമികയായി ഈ മുത്തങ്ങയിൽ ഒരുമിച്ചുകൂടി കർണാടകയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി PDPയുടെയും മറ്റു അനുഭാവികളുടെയും സമരം ആരംഭിക്കുകയാണ്. ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി കൂടിയാണ് കേരളത്തിലെ ഇസ്ലാമിക മതരംഗത്ത് ഏറെ ശ്രദ്ധേയമായ സംഭാവന സമർപ്പിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രതിനിധിയായി ഈ വിനീതൻ നിങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിശദമായി സംസാരിക്കാൻ ഇവിടെ സമയമില്ല. അബ്ദുൽ നാസർ മഅദനിയോട് കാണിക്കുന്ന അനീതി ഈ മനുഷ്യാവകാശ ദിനത്തിൽ അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് ബഹുമാന്യനായ മഅദനി സാഹിബിനെ മോചിപ്പിക്കുന്നതിന് ഒരു ജനകീയ സമരമാണ് PDPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായി ഈ സമരം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുന്നവർക്ക് ശരിവെക്കാനേ സാധിക്കും. യാതൊരു കാരണവശാലും വിചാരണ പോലും നടത്താതെ, കുറ്റം എന്താണെന്ന് ആരോപിക്കുക പോലും ചെയ്യാതെ, ഏകപക്ഷീയമായ ചില ആളുകളുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ട് കർണാടക ഗവൺമെന്റും ജുഡീഷ്യറിയിലെ ചില അബദ്ധങ്ങൾ മാത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളും ബഹുമാന്യനായ നാസർ മഅദനിയെ ഇന്നും തുറങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും ന്യായീകരിക്കാനോ വിശദീകരിക്കാൻ പോലുമോ മനുഷ്യപക്ഷത്തേക്ക് സമർപ്പിക്കാൻ യാതൊന്നുമില്ലാതെ ഭരണകൂടം നപുംസക സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, ഇത് കേവലം ഒരു PDPയുടെ പ്രവർത്തകരുടെ രോഷം മാത്രമല്ല, ആകാശത്തിന്റെ ചുവട്ടിലെ മനസാക്ഷി മരിക്കാത്ത മുഴുവൻ മനുഷ്യന്റെയും വികാരമായി ഇതിനെ പ്രകടിപ്പിക്കപ്പെടേണ്ടത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് ഈ സമരം നടത്തുന്നത്. അധർമ്മത്തിനെതിരെയും അന്ധകാരത്തിനെതിരെയും ഏകാധിപത്യത്തിനെതിരെയും സമരം നടത്തിയ സാമ്രാജ്യത്വത്തെ വെല്ലുവിളിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ അതിശ്രേഷ്ഠമാണ് ഈ ദിനം. മനുഷ്യാവകാശവും റബീഉൽ അവ്വലും ഒരുമിച്ച് വരുന്ന അതിമുഹൂർത്തമായ ഈ സമയത്ത് ഇത്തരം സമരം മുന്നിൽ നടിക്കാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കഴിയില്ല. ഇത് കേവലം ഒരു മന്ദമാരുതനാണ്.
കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുത്ത പ്രവർത്തകന്മാരുടെ സമരമാണ്. PDPയും അതേപോലെ തന്നെ കേരളത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനവും മതസംഘടനകളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു സമരത്തെ ആഹ്വാനം ചെയ്താൽ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനും തടഞ്ഞുവെക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ മാത്രം മഅദനിയെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ രാജ്യത്തുണ്ട്. ഇസ്ലാമിക പക്ഷത്ത് മാത്രമല്ല, പീഡിതരായ രാജ്യത്തിന്റെ അധികൃത വർഗത്തിന്റെയും അടിസ്ഥാന വർഗത്തിന്റെയും ഉത്ഥാനത്തിന്റെ പ്രധാന മേഖലകളിൽ ശബ്ദം ചൊലിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നാസർ മഅദനിയുടെ നാവടക്കി കെട്ടാനാണ് തീരുമാനമെങ്കിൽ ഒരു മഅദനിയെ അസ്തമിക്കുമ്പോഴേക്കും 1000 മഅദനിമാർ പുനർജനിക്കുമെന്ന് ഭരണകൂടം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട മഅദനി ജയിലിൽ അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിക്കാൻ പാടില്ല. ഒരുപാട് രോഗങ്ങളുടെ കലവറയായി, വികലാംഗനായി, തന്റെ കാഴ്ചയിലും മറ്റൊക്കെ അന്ധത ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു മനുഷ്യനും ഒരു വികലാംഗനും കൊടുക്കേണ്ട ഒരു പരിഗണന പോലും കൊടുക്കാതെ ജയിലിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിക്കാനാണ് ചിലരുടെ അജണ്ടയെങ്കിൽ നാസർ മഅദനി ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെക്കാൾ മഅദനിയുടെ അസ്തമാനത്തിന്റെ ശേഷമാണെങ്കിൽ പോലും 1000 മഅദനിമാരെ വെച്ചുകൊണ്ട് ഈ സമരത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിന് പൊരുതാൻ ഞങ്ങളുണ്ടാവും. ബഹുമാനപ്പെട്ട മഅദനി ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ സമരം പ്രാർത്ഥനയാണ്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മനസ്സു മാറുക മാത്രമല്ല, ഇതിന്റെയൊക്കെ ഏകാധിപത്യത്തിന്റെ അപ്പുറത്ത് സർവേശ്വരനായ തമ്പുരാനായ അള്ളാഹുവിന്റെ വിധി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട PDPയുടെ സുഹൃത്തുക്കളോടും ഈ സമരത്തെ അനുഭാവത്തോടുകൂടി നോക്കിക്കാണുന്ന പൊതുജനത്തോടും ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ഒരു സമസ്തക്കാരൻ എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കാറുണ്ട്. കലവറയില്ലാത്ത പ്രാർത്ഥന. ദൈവം ഇതിന് ഉത്തരം നൽകും, മനുഷ്യന്റെ മനസ്സുകളിൽ ഇതിന് ഉത്തരം നൽകുമെന്ന തീർച്ചയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മനുഷ്യാവകാശ സമരത്തിന് വേണ്ടി അതിതീഷ്ണമായ ചൂടിൽ ഒരുമിച്ചുകൂടിയ നിങ്ങളോടൊപ്പം ചേരുന്നത് പൂർണ്ണമായും അണവ് പോലും കലവറയില്ലാതെ മനസ്സ് തുറന്നുകൊണ്ടാണ്. ഒരു ബന്ധനവും ഇതിന്റെ പിന്നിലില്ല. രാഷ്ട്രീയപരമായി കേരളത്തിലെ എല്ലാ സംഘടനകളും നാസർ മഅദനിയുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പ്രവർത്തിക്കുന്നതിൽ പലർക്കും കപടതയുണ്ടെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് മഅദനിയുടെ കൂടെ നിൽക്കാൻ എല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരോടും മതേതരത്തെ ഉദ്ഘോഷിക്കുന്നവരോടും പറയാനുള്ളത്, ഞങ്ങൾക്ക് വിനീതമായ ഒരു അപേക്ഷയുണ്ട്. കേവലം കറവപ്പശുക്കളായി PDP പ്രവർത്തകരെ ഉപയോഗപ്പെടുത്താതെ, അബ്ദുൽ നാസർ മഅദനിയെ പ്രതീകാത്മകമായി കൊണ്ട് സ്വീകരിക്കാതെ, നാസർ മഅദനിയോട് നീതി പുലർത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. എന്ന പോലെ തന്നെ മതസംഘടനകളും കേരളത്തിൽ 9,500ഓളം വരുന്ന മദ്രസകളും 7,000-ഓളം വരുന്ന മഹല്ലുകളും 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെയും 10 ലക്ഷത്തോളം കേഡർ പ്രവർത്തകരെയും സംവിധാനിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരവും ആട്ടപ്രകാരവും സമരപ്രകാരവും ഞങ്ങൾ പറയുന്നത്, ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനിയുടെ നീതിക്ക് വേണ്ടിയുള്ള സമര പോരാട്ടത്തിൽ ആരുടെ പക്ഷവും ചേർന്ന് കൊടുക്കാൻ ഞങ്ങൾ എക്കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. അതുകൊണ്ട് ഇത് PDP നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണെങ്കിൽ, ഇതുകൊണ്ട് കണ്ണു തുറക്കാൻ കർണാടക ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സമരത്തിന്റെ ദിശ മാറ്റിപ്പിടേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ നിലക്ക് സകലമാന മേഖലകളുടെയും സർവസമ്മതത്തോടെയും സകല പിന്തുണയോടുകൂടി രാജ്യത്തിന്റെ എല്ലാ പൗരന്മാരുടെയും പിന്തുണയോടുകൂടി സമരം ഒരു തീപ്പന്തമായി ആളിപ്പടരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ടാകും. ഇതുകൊണ്ട് ഗവൺമെന്റ് കണ്ണു തുറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായ പകപോക്കലല്ല, ഏതെങ്കിലും മതവിഭാഗത്തോടുള്ള വൈര്യമല്ല. മനുഷ്യൻ എന്ന് പറയുന്ന പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്നതിൽ ഞങ്ങൾ ഒരാളുടെ മുമ്പിലും മുട്ടുവടക്കാത്ത വെട്ടല് നിവർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനോടൊപ്പം തീരുകയാണ്. പിന്നൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇതുപോലുള്ള സമര പോരാട്ടങ്ങൾ
സമര ദുഷ്ടതയിൽ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇത് നമ്മുടെ ധർമ്മയുദ്ധമാണ്, ഒരു ജിഹാദാണ്. ജിഹാദ് എന്നത് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന പദമല്ല. ജിഹാദ് ഒരു ധർമ്മസമരമാണ്. വർഗസമരങ്ങളെ പോലെ, മണ്ണിന്റെ മക്കളുടെ മണ്ണിന്റെ മോചനത്തിന്റെ സമരം പോലെ, ഭാഷാ സമരം പോലെ, മനുഷ്യാവകാശ സമരം എന്ന് പറയുന്നത് ജിഹാദാണ്. ആ ജിഹാദ് ഇതിൽ ഒരു ബിന്ദുവായി ചേരുന്ന മുഴുവൻ ആളുകൾക്കും ദൈവം തമ്പുരാന്റെ പ്രതിയും പടച്ച തമ്പുരാന്റെ ഇഷ്ടദാസന്മാരെന്ന നിലയിൽ അബ്ദുദാശ്രമത്തിൽ എന്ന ആ മനുഷ്യരോട് കാണിക്കുന്ന നീതിയുടെ പുരോഗമന സമര പോരാട്ടത്തിൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇതൊരു ആരാധനയാണ്, ഒരു ഇബാദത്താണ്. ആ നിലയിൽ എല്ലാ ആളുകളും അവരവരുടെ വിശ്വാസപ്രകാരം ഈ ധർമ്മസമരത്തോടൊപ്പം ചേർന്നതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു. ഇതിന് കൂടെ നിൽക്കാൻ എല്ലാവരും വരും കാലങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയുമാണ്. അതുകൊണ്ട് എല്ലാ നിലയിലും ഇത്തരം സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. വയനാടാണ് ഒരുപാട് സമരം കണ്ട നാടാണ്. ഒരു സമരം കൂടി ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു സമരം കൂടി കടന്നു പോകുമ്പോൾ ഇത് കണ്ടില്ല നടിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ബഹുമാനപ്പെട്ട MLA പറഞ്ഞ ഒരു ഇരട്ട നീതി നമ്മുടെ രാജ്യത്ത് കാലങ്ങളോളമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുദാശ്രമത്തിനുള്ള സമീപനം, ശശികല എന്ന് പറയുന്ന വിശകലയോട് മറ്റൊരു സമീപനം വെച്ച് പുലർത്തുന്ന ഗവൺമെന്റുകൾ അവർ മാറി ചിന്തിക്കേണ്ടതുണ്ട്. 33% വോട്ടിന്റെ പിൻബലത്തോടുകൂടി അധികാരം ലോകാവസാനം വരെ തന്റെ കൈവെള്ളയിലാണെന്ന അഹന്തയുടെ പ്രതീകമായ സാക്ഷാൽ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. രാജ്യത്തിന്റെ നോട്ടിന് തീ കൊടുത്തുകൊണ്ട് ജപ്പാനിൽ പോയി തീ വിളിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുന്ന ഗവൺമെന്റ് റോമ പട്ടണം കത്തിയിരുമ്പോൾ വീണ വായിച്ച നെഹ്റു ചക്രവർത്തിയെ